ഇതാണ് ഫ്ലാക്സ് സീഡ്സ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. വളരെ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ ഫ്ലാക്സ് സീഡ്സ്. നമുക്ക് LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതെല്ലാം നിയന്ത്രിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ ഡയറ്റിൽ ഇത് ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കതിൻ്റെ പൗഡർ ഫോം ആക്കിയിട്ട് കഴിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ലഡ്ഡുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയാണെന്നല്ലേ. ആദ്യം ഒരു കടായി ചൂടാകുമ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടി വരും. അങ്ങനെ എല്ലാം പൊട്ടി കഴിഞ്ഞാൽ ഒരു മണം വരും, നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അത് കണ്ടാൽ എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതേ കടായിൽ തന്നെ നമുക്ക് ആ സെയിം ക്വാണ്ടിറ്റി എടുത്ത് ഫ്ലാക്സ് സീഡ്സ് എടുത്ത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ കാഷ്യൂ നട്ടും ബദാമും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഫ്ലാക്സ് സീഡ്സ് മാത്രം കൊണ്ട് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അതിന് ബദാമും കാഷ്യൂവും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും മാറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറുമല്ലോ. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൗഡറാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ പൗഡർ ആയതിനു ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ്സൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. അതിൻ്റെ എല്ലാം കൂടി ഒരു നല്ലൊരു മണമാണ് വരിക. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങ ചെറുവീതം കൂടി ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് പിന്നീടാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പീസ് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ പൊടിയൊക്കെ ഒന്ന് മാറാനായിട്ട് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ നമുക്ക് വേറെ പ്ലേറ്റിൽ അതിനെ മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ലഡ്ഡു ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഇത്രയും സൈസിലുള്ള 15 ലഡ്ഡു വരെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിന്ന് റെഡിയാക്കാൻ പറ്റുന്നുണ്ട്. ഇത് പുറമേ കാണുമ്പോൾ അത്ര കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം വിലയൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ കടകളിലും ഇപ്പോൾ ഫ്ലാക്സ് സീഡ്സ് അവൈലബിൾ ആണ്. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടി അറിയിക്കുക. പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.